നമ്മൾ സെറ്റ് തിയറി ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് യു ഇസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6 7 8 9 ആൻഡ് സെറ്റ് എ ഇസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 and set B is equal to 2 4 6 8 and C is equal to set 3 4 5 6. Find ഫസ്റ്റ് വൺ എ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് എ കോംപ്ലിമെൻറ്റ് മീൻസ് യു മൈനസ് എ ആണ് എ കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് യു തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്. അപ്പം എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യു മൈനസ് എ. യു മൈനസ് എ മീൻസ് യുവിലുള്ളതും എയിലില്ലാത്തതുമായിട്ടുള്ള ആൾക്കാരെ ഒരു സെറ്റായിട്ട് എഴുതുക. അപ്പോൾ നോക്കിക്കേ, എയിലുള്ള ആൾക്കാർ ഏതൊക്കെയാണ്? 1 2 3 4. അപ്പോൾ യുയിൽ ഉള്ളത് ഇത് നോക്കിയേ 1 2 3 4 ഉണ്ട്. എന്നാൽ യുയിലുണ്ട്, എയിലില്ലാത്തതായിട്ടുള്ള ആരൊക്കെയാണ്? 5 6 7 8 9 അല്ലേ? അപ്പോൾ എ കോംപ്ലിമെൻറ്റ് എന്ത് വരും? 5 6 7 8 9 വരും. നെക്സ്റ്റ് ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ ബി കോംപ്ലിമെൻറ്റ് മീൻസ് എന്തായിരിക്കും? യു മൈനസ് ബി. യുയിലുള്ളതും ബിയിലില്ലാത്തതുമായിട്ടുള്ള ആൾക്കാരെ ഒരു സെറ്റായിട്ട് എഴുതുക. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ 2 4 6 8 ആണ്. അപ്പോൾ യുവിൽ ആ ആൾക്കാരെ മാറ്റി നിർത്തുക. 2 4 6 8 മാറ്റി നിർത്തിയാൽ പിന്നെ ഉള്ളത് 1 3 5 7 9 ആണ്. അപ്പോൾ ബി കോംപ്ലിമെൻറ്റ് എന്ത് വരും? 1 3 5 7 9 എന്ന് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ യൂണിയൻ സി ദ ഹോൾ കോംപ്ലിമെൻറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എ യൂണിയൻ സി ദ ഹോൾ കോംപ്ലിമെൻറ്റ് മീൻസ് ഫസ്റ്റ് നമുക്ക് എ യൂണിയൻ സി കണ്ടുപിടിക്കണം. അപ്പോൾ യൂണിയൻ എന്ന് പറഞ്ഞാൽ എയിലുള്ളതും സിയിലുള്ളതുമായിട്ടുള്ള എലമെൻസിനെ ഒരുമിച്ചൊരു സെറ്റായിട്ട് എഴുതിയാൽ മതി. അപ്പോൾ എയിലുള്ളത് 1 2 3 4ഉം സിയിലുള്ളത് 3 4 5 6ഉം. രണ്ടിലും 3 4 കോമൺ അല്ലേ? അതപ്പോൾ ഒറ്റ തവണ എഴുതിയാൽ മതി. അപ്പോൾ എന്തൊക്കെ വരും? 1 2 3 4 ദെൻ ഇവിടെ 5 6ഉം കൂടിയുണ്ട്. 5 6. അപ്പോൾ എ യൂണിയൻ സി എന്ത് വരും? 1 2 3 4 5 6 വരും. നമുക്ക് വേണ്ടത് എ യൂണിയൻ സി ദ ഹോൾ കോംപ്ലിമെൻറ്റാണ്. അപ്പം എ യൂണിയൻ സി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും? യുവിൽ നിന്നും നമുക്ക് എ യൂണിയൻ സി അങ്ങ് നിർത്തിയാൽ മതിയല്ലോ. യു മൈനസ് എ യൂണിയൻ സി, അതായത് യുയിലുള്ളതും എ യൂണിയൻ സിയിൽ ഇല്ലാത്തതും. യു എന്ന് പറയുമ്പോൾ നമുക്ക് 1 2 3 4 അപ് ടു 9 വരുന്നുണ്ട്. അതിലുള്ളതും എ യൂണിയൻ സിയിൽ ഇല്ലാത്തതും. അപ്പോൾ ഇവിടെ 1 2 3 4 5 6 വരെ വരുന്നുണ്ട്. മറ്റേതിൽ യുയിൽ എവിടെ വരെ വരുന്നുണ്ട്? 1 തൊട്ട് 9 വരെ വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയായിരിക്കും? യുയിലുള്ളതും എ യൂണിയൻ സിയിൽ ഇല്ലാത്തതും. അപ്പോൾ എന്തായാലും 1 തൊട്ട് 6 വരെ ഉള്ളത് വരില്ല. പിന്നെ എന്താ വരിക? 7 8 9 ആയിരിക്കും വരിക. ദെൻ നാലാമത്തെ ചോദ്യം, എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്തായാലും എ യൂണിയൻ ബി കണ്ടുപിടിക്കണം. എ യൂണിയൻ ബി നോക്കിയേ, എ എന്ന് പറയുന്നത് 1 2 3 4ഉം ബി എന്ന് പറയുന്നത് 2 4 6 8ഉം. നോക്കിയേ, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. റെപ്പറ്റീഷൻ ഉണ്ട്, അതുകൊണ്ട് ഒരൊറ്റ തവണ അതെടുത്താൽ മതി. ബാക്കി ഇവിടെ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 രണ്ടിടത്തുകൊണ്ട് ഒറ്റ തവണ എടുക്കുക. ദെൻ 6 8. അപ്പം എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്ത് വന്നു? 1 2 3 4 6 8 എന്ന് പറഞ്ഞു വന്നു. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും വരിക? യു മൈനസ് എ യൂണിയൻ ബി. അപ്പം യുവിലുള്ളതും എ യൂണിയൻ ബിയിൽ ഇല്ലാത്തതും. യുയിൽ 1 തൊട്ട് 9 വരെ ഉണ്ട്. പിന്നെ നമ്മുടെ എ യൂണിയൻ ബിയിൽ 1 2 3 4 6 8 ഉണ്ട്. അപ്പോൾ ഇല്ലാത്തത് ഏതാ? 5 പിന്നെ 7 9. നോക്കിയേ, എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് കിട്ടിയില്ലേ? ദെൻ എ കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ എ എന്ന് പറയുന്നത് 1 2 3 4ആണ്. അപ്പോൾ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ യു മൈനസ് എയാണ്. അത് ഏത് വരും? യുയിലുള്ളതും എയിലില്ലാത്തതുമായിട്ടുള്ളത് ആരൊക്കെയാണ്? നമ്മൾ ഓൾറെഡി ഇതാ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എ കോംപ്ലിമെൻറ്റ് 5 6 7 8 9. അപ്പം എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് സെറ്റ്
5 6 7 8 9 വന്നിരിക്കുന്നത്. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ യു മൈനസ് എ കോംപ്ലിമെൻറ്റ് വരും. അപ്പം യുയിലുള്ളതും എയിലില്ലാത്തതും എന്തായിരിക്കും? 5 6 7 8 9 എ കോംപ്ലിമെൻറ്റിലുണ്ട്. പിന്നെ ഇല്ലാത്തത് ആരാ? 1 2 3 4. അതെന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? എ തന്നെയല്ലേ. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? എ തന്നെയാണ്. അതായത് സെറ്റ് 1 2 3 4 തന്നെയാണ്. ദെൻ കണ്ടുപിടിക്കേണ്ടത് ബി മൈനസ് സി ആണല്ലേ. ബി മൈനസ് സി ദ ഹോൾ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഫസ്റ്റ് നമ്മൾ ബി മൈനസ് സി കണ്ടുപിടിക്കണം. ബിയിലുള്ളതും സിയിലില്ലാത്തതും. ബിയിലുള്ളതും സിയിലില്ലാത്തതുമായിട്ടുള്ള ആരാ ഉള്ളത്? 2 ഉണ്ട്. ഇവിടെ സിയിൽ 2 ഇല്ല. ദെൻ രണ്ടിടത്തും 4 ഉണ്ട്. ഇവിടെ 6 ഉണ്ട്, അവിടെ 6 ഉണ്ട്. ഇവിടെ 8 ഉണ്ട്, ഇവിടെ 8 ഇല്ല. അപ്പം ബി മൈനസ് സി എന്ന് പറയുന്നത് എന്ത് വരും? 2 8 വരും. അപ്പം ബി മൈനസ് സി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ യു മൈനസ് ബി മൈനസ് സി വരും. യുയിലുള്ളതും ബി മൈനസ് സിയിലില്ലാത്തതും. അങ്ങനെ വരുന്നത് ഏതാ? യു മൈനസ് ബി മൈനസ് സി. യു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെറ്റ് 1 2 3 4 5 6 7 8 9 ആണ് നമ്മുടെ യു. അതുപോലെ ബി മൈനസ് സി എന്ന് പറയുന്നത് 2 8 ആണ്. അപ്പം യുവിൽ ഉള്ളതും ബി മൈനസ് സിയിൽ ഇല്ലാത്തതും ഏതാ വരിക? ബി മൈനസ് സി എന്ന് പറയാൻ 2 8 വരും. ഈ 2ഉം 8ഉം ഒഴിച്ച് ബാക്കിയെല്ലാം വരും. അതായത് 1 3 4 5 6 7 9 വരും. അപ്പോൾ ബി മൈനസ് സി ദ ഹോൾ കോംപ്ലിമെൻറ്റ് നമ്മളങ്ങനെ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് നമുക്ക് പറയാൻ പോകുന്നത് എന്താണ്? പ്രോപ്പർട്ടീസ് ഓഫ് സെറ്റ്സ് ആണ്. അതിൽ സബ്സെറ്റ്സ് വരും, പവർ സെറ്റ്സ്, വെൻ ഡയഗ്രാംസ്, അതുപോലെ സെറ്റ് ഓപ്പറേഷൻസ്, പാർട്ടീഷനൊക്കെ തന്നെ വരും. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് സെറ്റ്സാണ്. സെറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഫസ്റ്റ് യൂണിയൻ ഓഫ് സെറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസാണ് പറയാൻ പോകുന്നത്. എ യൂണിയൻ ബിയും എന്തിനോട് ഈക്വൽ തന്നെയാണ്? ബി യൂണിയൻ എയോട് ഈക്വലാണ്. അതിന് പറയുന്ന പേരാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയുന്നത്. എ യൂണിയൻ ബിയും ബി യൂണിയൻ എയും ഈക്വലാണ്. ദെൻ എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാണ്? എ യൂണിയൻ ബി യൂണിയൻ സിയോട് ഈക്വലാണ്. അതാണ് അസോസിയേറ്റീവ് ലോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എ യൂണിയൻ ഫൈ മീൻസ് നൾ സെറ്റ്. അപ്പം ഒരു സെറ്റും ഒരു നൾ സെറ്റും കൂടെ യൂണിയൻ എടുത്താൽ നമുക്ക് ആ ഒരു സെറ്റ് തന്നെയല്ലേ കിട്ടത്തുള്ളൂ. അപ്പോൾ എ യൂണിയൻ ഫൈ എന്ന് പറയുന്നത് എ തന്നെയാണ്. ഇവിടെ ഫൈ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റിയാണ്. ദെൻ എ യൂണിയൻ എ എന്താ? എ തന്നെ വരും. രണ്ട് സെറ്റ്സ്, അതായത് എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഇപ്പോൾ 1 2 ആണെന്ന് വെച്ചോ. ഈ എ യൂണിയൻ എ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ വരത്തുള്ളൂ? ഈ എ തന്നെ അല്ലേ വരത്തുള്ളൂ. അതിനെയാണ് ഐഡംപൊട്ടൻറ്റ് ലോ എന്ന് പറയുന്നത്. അതേപോലെ യു യൂണിയൻ എ, അതായത് യൂണിവേഴ്സൽ സെറ്റ് എയും കൂടെ യൂണിയൻ എടുത്താൽ എന്ത് തന്നെ വരത്തുള്ളൂ? യൂണിവേഴ്സൽ സെറ്റേ വരത്തുള്ളൂ. അതായത് ലോ ഓഫ് യു എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് എല്ലാം നോക്കി വെക്കുക. ദെൻ അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ്സ് ആണ്. അതായത് എ ഇൻ്റർസെക്ഷൻ ബിയും ബി ഇൻ്റർസെക്ഷൻ എയും ഈക്വലാണ്. കമ്മ്യൂട്ടേറ്റീവ് ലോ ഓഫ് ഇൻ്റർസെക്ഷൻ. ദെൻ എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാ? എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സിയോട് ഈക്വൽ, അസോസിയേറ്റീവ് ലോ. അതേപോലെ ഫൈ ഇൻ്റർസെക്ഷൻ എ എന്ന് പറയുന്നത് ഫൈ തന്നെ വരും. ഫൈ എന്ന് പറയുന്ന നൾ സെറ്റാണ്. എ എന്ന് പറയുന്ന ഏതൊരു സെറ്റായിക്കോട്ടെ, രണ്ടിൻ്റെയും കൂടെ കോമൺ എലമെൻറ്റ്സ് നോക്കുമ്പോൾ ഫൈയിലൊന്നും ഇല്ലല്ലോ. അപ്പോൾ കോമൺ ആയിട്ട് ഉള്ളത് എന്ത് തന്നെ ഉള്ളൂ? ഫൈ തന്നെ ഉള്ളൂ. അതേപോലെ യു ഇൻ്റർസെക്ഷൻ എ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാ? എയോട് ഈക്വലായിരിക്കും. യുയിലും എയിലും കോമൺ ആയിട്ടുള്ളത് എടുക്കുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും? എ തന്നെ കിട്ടും. നെക്സ്റ്റ് എ ഇൻ്റർസെക്ഷൻ എ എന്ത് തന്നെ ആയിരിക്കും? എ തന്നെ ആയിരിക്കും വരുന്നത്. അതേപോലെ എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി എന്ന് വരും. അതായത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. അപ്പോൾ ഈ ലോയും മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലിമെൻറ്റ് സെറ്റ്സ്. ഫസ്റ്റ് വൺ കോംപ്ലിമെൻറ്റ് ലോ. എ യൂണിയൻ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? എയും എ കോംപ്ലിമെൻറ്റും കൂടി യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും കിട്ടുക. ഇപ്പോൾ എക്സാമ്പിൾ പറയാം. എ എന്ന് പറയുന്നത്
1 2 3 ആണെന്ന് വെക്കുക. യു എന്ന് പറയുന്നത് 1 2 3 4 5 ആണെന്ന് വിചാരിക്കുക. അപ്പം എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ യു മൈനസ് എ വരും. അപ്പോൾ എന്തായിരിക്കും യു മൈനസ് എ എന്ന് പറയുന്നത്? എയിൽ 1 2 3 ഉണ്ട്, അതൊഴിച്ച് ബാക്കി രണ്ടും 4 5 ആയിരിക്കും എ കോംപ്ലിമെൻറ്റ്. ഇനി എ യൂണിയൻ എ കോംപ്ലിമെൻ്റ് എടുത്ത് രണ്ടിൻ്റെയും കൂടി യൂണിയൻ എടുക്കുമ്പം എ 1 2 3 എ കോംപ്ലിമെൻറ്റ് 4 5. അപ്പോൾ 1 2 3 4 5 വരും. അതായത് എന്ത് തന്നെ വരും? യൂണിവേഴ്സൽ സെറ്റ് തന്നെ വന്നില്ലേ? അതാണ് എ യൂണിയൻ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ യു ആണ്. അതേപോലെ എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? നോക്കിയേ, എ എന്ന് പറഞ്ഞാൽ സെറ്റ് 1 2 3, എ കോംപ്ലിമെൻറ്റ് 4 5. രണ്ടിലും കോമൺ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അത് 5 ആയിരിക്കും. ഇനി നെക്സ്റ്റ് ഡി മോർഗൻസ് ലോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ ആണ്. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആയിരിക്കും. അതേപോലെ എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെൻ്റ് യൂണിയൻ ബി കോംപ്ലിമെൻ്റ് ആയിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ ആണ്. ഇത് വെച്ച് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്യാനുണ്ട്. സോ അത് ബൈ ഹാർട്ടാക്കി വെക്കുക. അതേപോലെ ലോ ഓഫ് ഡബിൾ കോംപ്ലിമെൻറ്റേഷൻ, അതായത് എ കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ ആയിരിക്കും വരിക? എ തന്നെ ആയിരിക്കും വരിക. നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ. നെക്സ്റ്റ് ലോ ഓഫ് എം ടി സെറ്റ് ആൻഡ് യൂണിവേഴ്സൽ സെറ്റ്, അതായത് 5 കോംപ്ലിമെൻറ്റ് എന്തായിരിക്കും വരിക? യു ആയിരിക്കും വരിക. അതേപോലെ യു കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? 5 ആയിരിക്കും വരിക. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ് മനസ്സിലാക്കി വെക്കുക.